ക്ലബ് FM 94.3 കൂടെയുള്ളത് അനുരൂപാണ്. സൈബർ തട്ടിപ്പ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ ഈ തട്ടിപ്പിന് ഇരയാകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എങ്ങനെ പ്രതിരോധിക്കണം, ഏതൊക്കെ രീതിയിലാണ് സൈബർ തട്ടിപ്പ് വരിക, എന്താണ് വെർച്വൽ അറസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയമാണ്. അതിനൊക്കെ ഉത്തരവുമായിട്ട് നമ്മുടെ കൂടെ ഇന്ന് ചേരുന്ന ഗസ്റ്റ്. ഹലോ, ഹായ്, നമസ്കാരം. നമസ്കാരം. യെസ്, ക്ലബ് FM സ്വാഗതം, വെൽക്കം. താങ്ക് യു. എന്റെ പേര് ധനൂപനാണ്. ഞാൻ ടെക് ബൈ ഹാർട്ട് എന്ന് പറയുന്ന കൊച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സൈബർ സെക്യൂരിറ്റി കമ്പനിയിൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണല്ലോ, ഈ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയം കൂടിയാണ്. ഇതിന്റെ ഒരു ബേസിക് അവയർനെസ് ഒരുപാട് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ, സെമിനാർസിലൂടെയും ഒക്കെ തന്നെ. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്? ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ വർദ്ധിച്ചു വരുന്ന തട്ടിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ്. അതായത് ആളുകളുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ വ്യാജ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ മാനേജർ അങ്ങനെ ആരുടെയെങ്കിലും പേരിൽ ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവരുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒറിജിനൽ അക്കൗണ്ടിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളെ ഫ്രണ്ട് സർക്കിളിലേക്ക് ആഡ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് പണം ചോദിക്കുന്നു. ഞാൻ വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വെക്കുകയാണ്, ഇവിടെ അടുത്ത് ATM അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ച് പണം എടുക്കാനുള്ള സംവിധാനമൊന്നും ഇല്ല, അപ്പൊ എനിക്ക് അർജന്റ് ആയിട്ടൊരു 20,000 രൂപ വേണം അല്ലെങ്കിൽ 10,000 രൂപ വേണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പണം ചോദിക്കുന്നു. അപ്പോൾ ആളുകൾ ഇത് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ പണം അയച്ചു കൊടുക്കുന്നു, അങ്ങനെ പണം തട്ടിയെടുക്കുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ വെർച്വൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകൾ, ഫിലിം സ്റ്റാർസും സംഗീത സംവിധായകരും പോലുള്ള ആളുകളെ വരെ ഇവര് പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പുരോഹിത ശ്രേഷ്ഠന്മാർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേരിൽ ഒരു നിരോധിക്കപ്പെട്ട ലഹരി പദാർത്ഥം ഏതെങ്കിലും തുറമുഖത്തിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ എവിടെയെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ CBI ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഒരാൾ വിളിക്കുന്നു. വിളിച്ച ശേഷം അദ്ദേഹം പറയുന്നു, ഞാനൊരു ലിങ്ക് ഇപ്പൊ അയക്കും, ആ ലിങ്കിലേക്ക് നിങ്ങൾ കയറണം, നിങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, നിങ്ങളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ടെൻഷനായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് അറിയുന്നില്ല. അപ്പൊ അവര് പെട്ടെന്ന് ആ വാട്സപ്പിൽ ഒരു ലിങ്ക് വരുന്നു, സ്കൈപ്പിന്റെ ഒരു മീറ്റിംഗിന്റെ ലിങ്ക് വരുന്നു, ആ ലിങ്കിലേക്ക് കയറുന്നു. കയറി കഴിയുമ്പോൾ അവിടെ ഒരു പോലീസ് DP ഉള്ള ഒരാളായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ CBI ഉദ്യോഗസ്ഥൻ പോലുള്ള ഒരാളായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം നമ്മളോട് പറയും, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല, നിങ്ങൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, വേറെ ആരോടും ഇക്കാര്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതിനുശേഷം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു നമ്പറിൽ നിന്ന് അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ കോൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവർ കട്ട് ചെയ്യുന്നു. എന്നിട്ട് മീറ്റിംഗ് ക്യാമറ ഓഫ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു. അതിനുശേഷം വേറൊരു കോള് നമുക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹം പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി, ഈ ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ അബദ്ധവശാൽ ഈ കേസിൽ പെട്ടുപോയതായിരിക്കും, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി തരാം, നിങ്ങൾ എനിക്കൊരു 5 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾ അവർക്ക് പണം അയച്ചു കൊടുക്കുകയും അങ്ങനെ തട്ടിപ്പിൽ പെടുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് കേസുകൾ ഇപ്പൊ വന്നിരുന്നു. മാലാ പാർവതി ആക്ട്രസിനെ പറ്റിക്കാൻ ശ്രമിച്ചു, അതുപോലെ ജെറി അമൽദേവിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പൊ വരുന്നുണ്ട്. ഓക്കെ, എന്താണ് വെർച്വൽ അറസ്റ്റ്? ഒപ്പം തന്നെ അപ്പോൾ ഇതിനൊരു പ്രതിരോധം എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ മുൻകരുതൽ എന്ന അർത്ഥത്തിൽ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൈക്കൊള്ളേണ്ട ചില കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? അതായത് വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ പോലീസിന് നമ്മളെ ഏതെങ്കിലും കേസിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ നമ്മളെ വാറന്റ് കൊണ്ടുവന്ന് നേരിട്ട് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് എവിടുന്നാണോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം, പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യാം. അല്ലാതെ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ അത് തന്നെയാണ് ആദ്യം നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത്. ഇതിപ്പം വർദ്ധിച്ചു വരുന്ന ഒരുപാട് സൈബർ കുറ്റകൃത്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ എത്ര കണ്ട് അവെയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ആളുകൾ അതിലേക്ക് വീണു പോകാനുള്ള സാധ്യതകളുണ്ട് എപ്പോഴും. അപ്പോൾ ഈ ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇത്തരം ഇൻഫർമേഷൻസ് അവർക്ക് ആ ഒരു ഘട്ടത്തിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് കോൺടാക്ട്, ആരോടാണ് ഇതിന്റെ ഒരു ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയേണ്ടത് ശരിക്കും? ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് അവയർനെസ് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് ഒരു ക്യാമ്പയിൻ തന്നെ ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൈബർ സ്മാർട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളം, തമിഴ്നാട്, കർണാടക ഈ സ്റ്റേറ്റുകളിലുള്ള സ്കൂളുകളിലും കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾക്ക്
ഫ്രീ ആയിട്ട് സൈബർ സുരക്ഷാ ബോധവൽക്കരണം നൽകി വരികയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിഷിംഗ് എന്ന് പറയുന്ന തട്ടിപ്പ്, ഫേക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു, അതുവഴി അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തട്ടിയെടുക്കുന്നു. ഇതെങ്ങനെ നടക്കുന്നു, ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി നമുക്ക് ചില വെബ്സൈറ്റുകളുണ്ട്, അതിൽ ഇത്തരത്തിൽ വരുന്ന ലിങ്കുകൾ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഒരു ഹെൽപ്പ് ലൈൻ പോർട്ടൽ ഉണ്ട്, 1930 എന്ന് പറയുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അതുപോലെ cybercrime.gov.in എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പോർട്ടൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ഇങ്ങനെയുള്ള അവയർനെസ് നമ്മൾ കുട്ടികൾ വഴി അല്ലെങ്കിൽ സ്റ്റുഡൻസ് വഴി അവരുടെ ഫാമിലിയിലേക്കും അവരുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയാത്ത ആളുകളുണ്ടല്ലോ, എസ്പെഷ്യലി കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോയി കഴിഞ്ഞാൽ അല്ലെ, അങ്ങനെ മടിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ സാധ്യതകളും അത് പണം തിരിച്ചു കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ എത്രത്തോളം ഇതുവരെയുള്ള ഒരു കേസിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അതായത് ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കേസിൽ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ പോലീസിൽ അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു ഗോൾഡൻ അവർ നമുക്ക് പറയാം, ഒരു 2 അവറിനുള്ളിൽ നമ്മൾ ഇങ്ങനെയുള്ള ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് അക്കൗണ്ടിലോട്ടാണോ ഈ പണം പോയത് ആ ട്രാൻസാക്ഷൻ ഫ്രീസ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്യാഷ് റിവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പക്ഷെ പലർക്കും അറിയില്ല. അപ്പോൾ അതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോർട്ടൽ, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ, cybercrime.gov.in അല്ലെങ്കിൽ 1930 എന്നുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്കറിയാം സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ച ഓരോ ഘട്ടം ഓരോ ദിവസവും കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ശരിക്കും ഇത്തരം കാര്യങ്ങളിൽ? ഇപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള തട്ടിപ്പുകളുടെ കേസ് ഇവിടെ പറഞ്ഞു, ഡീപ് ഫേക്ക് പോലുള്ള തട്ടിപ്പുകൾ. ഇപ്പോൾ ഒരാളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് AI മോഡലിന് ട്രെയിൻ ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ട് ഒരു ഫേസ് റീകൺസ്ട്രക്ട് ചെയ്യുക, അത് ഉപയോഗിച്ച് വീഡിയോ കോൾ ചെയ്യുക. ഇപ്പോൾ നമുക്ക് പറയാൻ തന്നെ ഒരു നാണക്കേടാണ്, ഇന്ത്യയിൽ ആദ്യത്തെ ഡീപ് ഫേക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടന്ന സംസ്ഥാനം കേരളമാണ്. അത് നമ്മുടെ കോഴിക്കോടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരുന്നത്. അപ്പോൾ ഈ തട്ടിപ്പ് നടന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ രാവിലെ തന്റെ മകൻ വിളിക്കുകയാണ്, വിളിച്ചിട്ട് പറയുകയാണ്, ഒരു പുതിയ നമ്പറിൽ നിന്നാണ് മകൻ വീഡിയോ കോൾ ചെയ്യാണ് വാട്സപ്പിൽ. എന്നിട്ട് പറയുകയാണ്, എന്റെ ബിസിനസ് ആവശ്യത്തിന് എനിക്കൊരു 40,000 രൂപ വേണം, അച്ഛൻ അർജന്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ മകൻ വീഡിയോ കോൾ ചെയ്ത് പറയുന്നു, മകനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ തന്നെ അച്ഛൻ ക്യാഷ് ആ പറഞ്ഞ ഗൂഗിൾ പേ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം മകൻ സാധാരണ വിളിക്കാറുള്ള നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് അച്ഛനോട് സംസാരിക്കുകയാണ്. അപ്പൊ അച്ഛൻ ആദ്യം ചോദിക്കുന്ന ക്യാഷ് അയച്ചിട്ടുണ്ട് കിട്ടിയോ എന്നാണ്. അപ്പൊ അതിനുശേഷമാണ് ആളെ തിരിച്ചറിയുന്നത് ശരിക്കും മകനല്ല, മകന്റെ ഫേസ് റീകൺസ്ട്രക്ട് ചെയ്തൊരു വീഡിയോ കോൾ വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നു വരുന്നതോറും ഇങ്ങനെ സൈബർ ക്രിമിനൽസുകൾ പുതിയ സൈബർ വെപ്പൺസ് അല്ലെങ്കിൽ പുതിയ പുതിയ ടൂൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ നമുക്ക് 100% ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കോളുകൾ വരുമ്പോൾ വീഡിയോയിലുള്ള ആളിന്റെ ഫേസും അവരുടെ ഹെയറിന്റെ കളറും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ്, അതുപോലെ ഫേസിന്റെ ഒരു സൈഡിൽ ലൈറ്റ് കൂടുതലും മറ്റേ സൈഡിൽ ലൈറ്റ് കുറവുമായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജെർക്കി മൂവ്മെന്റ്സ്, ചെറിയ കുലുക്കം പോലെ ജെർക്കുകൾ ഉണ്ടാവും വീഡിയോ കോളിനിടയിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഫേക്ക് ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള വേറെ നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യുക, ഇത് ജെന്യുവിൻ ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണോ വിളിക്കുന്നത്, ശരിക്കും ആൾക്ക് പണം ആവശ്യമുണ്ടോ, അതൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. എന്തായാലും ഇത്ര ഇൻഫർമേഷൻസ്, ബേസിക് ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര നിങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതിന് എല്ലാവിധ ഭാവുകങ്ങളും, മുന്നോട്ടുള്ള യാത്ര ഗംഭീരമാവട്ടെ. വലിയ സന്തോഷം നമ്മുടെ കൂടെ സംസാരിച്ചതിനും ഈ ഇൻഫർമേഷൻസ് തന്നതിനും. താങ്ക് യു സോ മച്ച് ബ്രദർ ഫോർ യുവർ ടൈം. ഓക്കെ ബ്രോ.